MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഓരോ ബീഫിൻ്റെയും വേവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ തയ്യാറാക്കാം. ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. കപ്പ എടുക്കുമ്പോൾ നല്ല വേവുന്ന കപ്പ തന്നെ എടുക്കണം, എന്നാലേ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊഴിച്ച് വേവിക്കാം. കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം ഒഴിക്കാൻ. കുറച്ച് അധികം വെള്ളമൊഴിച്ച് വേണം ഇത് വേവിക്കാൻ. നമുക്കിത് ഊറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വേവണം. ഇപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം വറുത്തെടുത്താൽ എല്ലാം ഒരേപോലെ മൊരിഞ്ഞു കിട്ടും. ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഞാനൊരു കറിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരണം. ഇനി നമുക്ക് 20 ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചേർത്താൽ മതി. ചെറിയുള്ളി തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വരണം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് പൊടികൾ മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. മസാലയ്ക്ക് ബീഫിലേക്ക് പിടിക്കാനായിട്ട് 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ബീഫിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ബീഫിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കണം. ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പ ചേർക്കാം. കപ്പ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം.
1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ദം ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് മല്ലിയില കൂടി ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൂടി ഒഴിക്കണം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുക്കാം. 2 മുട്ട പുഴുങ്ങിയതിൻ്റെ വെള്ള കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കപ്പ ബിരിയാണി റെഡിയായി. കുറച്ച് സവാള ചോപ്പ് ചെയ്തതും മല്ലിയിലയും കൂടി ചേർത്ത് ഇത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്